ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഇന്ന് കുറേ ദിവസത്തിന് ശേഷം ഞാൻ ഒരു വീഡിയോ ആക്കുകയാണ്. സോ ഗെറ്റ് റെഡി വിത്ത് മീ ആസ് വെൽ ആസ് എൻ്റെ ലൈഫ് അപ്ഡേറ്റ് ഞാൻ തരുന്നതായിരിക്കും. ഞാൻ പിന്നെ കാസർഗോഡ് നിന്ന്, അതായത് എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ പാലക്കാട് വന്ന്, സോ അതിൻ്റെ ഒക്കെ ഒരു തിരക്കിലായതുകൊണ്ടാണ് എനിക്ക് നോർമൽ വീഡിയോസ് ഒന്നും പോസ്റ്റ് ചെയ്യാൻ പറ്റാതെ. കുറേ പ്രോഡക്റ്റ് റിവ്യൂസ് ഒക്കെ ഇടാനുണ്ട്, ഞാൻ കുട്ടിക്ക് യൂസ് ചെയ്ത സാധനങ്ങളെ കുറിച്ചൊക്കെ. സോ നമുക്ക് ഗെറ്റ് റെഡി വിത്ത് മീൻ്റെ കൂടെ നമുക്ക് കുറച്ച് അപ്ഡേറ്റ്സുകളും നിങ്ങളോട് പറയാം. ഞാൻ യൂഷ്വലി ഗെറ്റ് റെഡി വിത്ത് മീ ഒരു ഷോർട്ട് വീഡിയോ ആയിട്ടാണ് ഞാൻ ചെയ്യുക. എന്താ പറഞ്ഞാൽ അതാണ്. പിന്നെ എൻ്റെ ഷോർട്ട് വീഡിയോ കണ്ടവർക്ക് എല്ലാവർക്കും അറിയാം എൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീ എന്താണെന്ന്. കെൻസമ ഡോണ്ട് ടേക്ക് മൈ പ്രോഡക്ട്സ്. സോ ഗെറ്റ് റെഡി വിത്ത് മീൻ്റെ കൂടെ എൻ്റെ ലിപ്സ്റ്റിക് കളക്ഷൻസും ഞാൻ കാണിക്കുന്നതായിരിക്കും. ഹായ് പറയൻസു. ഹായ്. അപ്പം നമ്മൾ രണ്ടാളും കുളിച്ച് സുന്ദരികളായിട്ടുണ്ട്. സോ അതിൻ്റെ കൂടെ ഞാൻ മേക്കപ്പും ചെയ്യണം. എനിക്ക് കുറച്ച് ഷോർട്സ് എടുക്കാനുണ്ട്. ഷോർട്സ് ഇൻ ദ സെൻസ് എന്താണ്, പ്രോഡക്റ്റ് റിവ്യൂ എടുക്കാനുണ്ട്. ഐബ്രോസ് ആയിരിക്കും ഫില്ല് ചെയ്യുക. എന്താ പറഞ്ഞാൽ എനിക്ക് തീരെ ഇല്ല. നോക്കും, ഇവിടെയൊക്കെ ഗ്യാപ്പാണ് ഐബ്രോ. പിന്നെ ഞാൻ ത്രെഡ് ചെയ്തിട്ടില്ല. ഇവിടെ ഒരു ചിന്നൊക്കെ ഉണ്ട്. സോ നമുക്ക് ഐബ്രോസ് ഫില്ല് ചെയ്യാം. ഞാൻ ക്യാമറ നോക്കിയിട്ടാണ് ഞാൻ ഫില്ല് ചെയ്യുന്നത്. സോ അങ്ങനെ ഹെവി മേക്കപ്പ് ഒന്നും ഞാൻ ചെയ്യാറില്ല, എനിക്ക് അറിയൂല. ഞാൻ എൻ്റെ കല്യാണത്തിനാണ് മേക്കപ്പ് ചെയ്തിട്ടുണ്ടായത്. എൻ്റെ കല്യാണത്തിന് ഞാൻ തന്നെയാണ് മേക്കപ്പ് ചെയ്തത്. പക്ഷെ അപ്പം എന്തായെന്ന് പറഞ്ഞാൽ ഫൗണ്ടേഷൻ വാങ്ങിയത് ഒരു എൻ്റെ കറക്റ്റ് ഷെയ്ഡായിരുന്നു ഞാൻ വാങ്ങിയത്. അത് ചെയ്ത് വരുമ്പോഴത്തേക്ക് അത് ഓക്സിഡൈസ് ആയി. അത് പിന്നെ കുറച്ച് ബ്ലാക്ക് ആയി പോയി. പിന്നെ ഫുൾ മേക്കപ്പ് ഞാൻ തന്നെയാണ് ചെയ്തത്. രസമുണ്ടായിരുന്നു, പക്ഷെ അത് കുറച്ച് ഡല്ലായ പോലെ ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന്, അത് ഇക്കാൻ്റെ വീട്ടിൽ നിന്നപ്പോൾ ഇക്കാൻ്റെ വീട്ടിൽ നിന്ന് ചെയ്ത എൻ്റെ അനിയത്തി എൻ്റെ സിസ്റ്റർ ഇൻ ലോ ചെയ്തതാണ് എനിക്ക് പിന്നെ മേക്കപ്പ്. സോ അത് പെർഫെക്റ്റ് ഷെയ്ഡായിരുന്നു എനിക്ക്. അത് കുറച്ചും കൂടി ബ്രൈറ്റ് ആയിരുന്നു. അത് എൻ്റെ ഷെയ്ഡിനെക്കാട്ടിയും കുറച്ച് ബ്രൈറ്റ് ഷെയ്ഡായിരുന്നു. സോ ദാറ്റ് ഇസ് വാട്ട് പെർഫെക്റ്റ് ഷെയ്ഡ്. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന്, അതായത് കാസർഗോഡ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ വന്നതിൻ്റെ ഒരു തിരക്കും കുറേ ദിവസം വീട് അടിച്ചിട്ടതൊക്കെ അല്ല. ഇക്ക ഡീപ്പ് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം ഇൻസ്റ്റയിലൊക്കെ കാണുന്നില്ല, ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ കാണുന്നില്ല, വീഡിയോ ഡീപ്പ് ക്ലീൻ ചെയ്യുന്ന ആൾക്കാർ വരുമല്ലോ. സോ അതേപോലെ ആൾക്കാർ വന്നിട്ട് ഡീപ്പ് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു വീട്. അതുകൊണ്ട് എനിക്ക് വീട് വൃത്തിയാക്കലൊന്നും അങ്ങനെ വലിയ പണി ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്നാലും നമുക്ക് കൊണ്ടുവന്ന സാധനം ഒരുക്കി വെക്കലും പിന്നെ നമ്മൊന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് കുറേ സമയം എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് സോ ഇതാണ് എൻ്റെ മേക്കപ്പ്. എനിക്ക് ഇത്രയേ ഉള്ളൂ മേക്കപ്പ് സാധനം. സോ ഇത് ആക്ച്വലി എല്ലാവർക്കും ഇത്ര ഉണ്ടാവണമെന്നില്ല. ഇതിനങ്ങോട്ട് കുറേ ഇല്ല ആൾക്കാരുണ്ട്, ഇതിനങ്ങോട്ട് കുറവില്ല ആൾക്കാരുണ്ട്, ഒരു ലിപ്സ്റ്റിക് ഇല്ല ആൾക്കാരുണ്ട്. സോ ഞാൻ അധികം ലിപ്സ്റ്റിക്കിൻ്റെ ആളാണ്. സോ എനിക്ക് കുറേ ലിപ്സ്റ്റിക്സ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലിപ്സ്റ്റിക് യൂസ് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ ഈ ലിപ് ബാമിനെ കുറിച്ച് നിങ്ങളോട് പറഞ്ഞു. അടിപൊളി ലിപ്പാണ്, വിഷ് കെയറിൻ്റെ സിനിമം ലിപ് കെയർ. ടിൻറ്റഡ് ആണ്. ഇതിൽ നോൺ ടിൻറ്റഡും വരുന്നുണ്ട്. ആണുങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അടിപൊളിയാണ് നോൺ ടിൻറ്റഡ് വന്നിട്ട്. SPF 15+++ ആണ്. നിങ്ങളെ ലിപ്പിൻ്റെ പിഗ്മെൻറ്റേഷൻ ഒക്കെ കിട്ടിയിട്ട് നല്ല പിഗ്മെൻ്റ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലിപ് പിഗ്മെൻറ്റേഷൻ കളയാൻ വേണ്ടിയിട്ട് ബെസ്റ്റ് സാധനമാണ് കേട്ടോ. സോ ഞാനത് തേച്ചെടുക്കുന്നുണ്ട് കുറച്ച്. ഓക്കെ. സോ ഞാൻ വേറൊന്നും അങ്ങനെ ചെയ്യാറില്ല. നമുക്ക് കുറച്ച് ലിപ്സ്റ്റിക് കൊണ്ടുകൾ തന്നെ കുറച്ച് ഐ ഷാഡോ ഫില്ല് ചെയ്ത് കൊടുക്കാം. പറഞ്ഞാൽ വീഡിയോസിൽ കുറച്ച് മേക്കപ്പ് ഇട്ടാൽ മാത്രമാണ് നമുക്ക് എൻഹാൻസ്മെൻറ്റ് ഉണ്ടാവുള്ളൂ. നമുക്ക് കുറച്ച് എൻ്റെ ഉഡഡ് ഹൈസ് ആണ്. ഉഡഡ് ഹൈസ് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ, ഇവിടെ കൊണ്ട് ഒരു സ്കിന്ന്. സോ നമ്മൾ ഈ ഫുൾ ലിഡ് ഈ ഒരു സ്കിന്ന് കവർ ചെയ്യും. സോ നമ്മൾ ഈ ഒരു ഭാഗത്ത്, ഈ ഉഡഡ് ഐസിൻ്റെ ഈ ഭാഗത്ത് നമ്മൾ ക്രീസ് ചെയ്ത് കൊടുത്താൽ, അതായത് നമ്മൾ അത് കട്ട് ചെയ്ത് കൊടുത്താൽ നമ്മൾ ഐ കുറച്ചും കൂടി എലാബറേറ്റ് ആയിട്ട് തോന്നും. എൻ്റെ കണ്ണില്ലെങ്കിൽ തന്നെ എല്ലാവരും പറയുക ചൈനീസ് കണ്ണാണ്. കണ്ടോ, ഒരു നീളം ഇടിക്കാൻ കണ്ണ് പോലത്തെ കണ്ണാണ്. സോ കൺമശിയൊക്കെ ഇട്ടാൽ നമ്മുടെ കണ്ണ് കുറച്ചും കൂടി ബിഗറായിട്ട് തോന്നും. പക്ഷെ പൊതുവേ എൻ്റെ ഒരു കണ്ണ് ചെറിയ കണ്ണാണ്. സോ ഇവിടെ മാത്രം നമുക്കൊന്ന് ക്രീസ് ചെയ്ത് കൊടുക്കുക. സോ ഞാനിങ്ങനെ വിചാരിക്കുന്നുണ്ട് ഒരു 7 days സ്കിൻ കെയർ റൂട്ടീൻ ആയിട്ടുള്ള ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. അതായത് 7 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ. ഇപ്പം ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ, എൻ്റെ 18 വയസ്സിലൊക്കെ ഉണ്ടാകുമ്പം തൈര് കൊണ്ടും റാഗി അല്ലെങ്കിൽ അരിപ്പൊടി, ഇതൊക്കെയാണ് എൻ്റെ ഒരു പൊതുവായിട്ടുള്ള സ്കിൻ കെയർ ആയിട്ടുള്ള സാധനങ്ങൾ വരുന്നത്.
സോ ആ ഒരു സാധനം ഞാൻ തേക്കും നല്ല ബ്രൈറ്റ്നെസ്സും ഒക്കെ വരുന്നുണ്ട്. ആ ഒരു റൂട്ടീന് അല്ലെങ്കിൽ ഒരു 7 ദിവസം ഹോം മെയ്ഡ് റെമഡി ആയിട്ടുള്ള സ്കിൻ കെയർ ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തന്നാലോ, നിങ്ങൾ എൻ്റെ കൂടെ കൂടുമോ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. സോ അതെന്തായാലും നമുക്ക് ചെയ്യണമെന്നുണ്ട്. സോ പ്രൊഡക്റ്റ് റിവ്യൂസും ഉണ്ട്. പ്രൊഡക്റ്റ് റിവ്യൂസ് എന്തായാലും ചെയ്യണം. പ്രൊഡക്റ്റിനെ കാലിയാവാനായി എന്നിട്ട് ഞാൻ പ്രൊഡക്റ്റ് റിവ്യൂ ചെയ്തിട്ടില്ല. എല്ലാ ന്യൂ മോംസിനും അത് ഹെൽപ്ഫുൾ ആവും. ഓക്കെ, സോ നിങ്ങൾക്ക് ഇവിടെ ഒരു ഷാഡോ ഫീൽ ചെയ്യുമ്പം ആക്ച്വലി ഈ കണ്ണിന് അത്ര ഹുഡഡ് ഹൈസ് ഇല്ല, ഈ കണ്ണിന് മാത്രമേ ഉള്ളൂ. സോ അവിടെ ഒരു ഗ്രീസ് കൊടുത്താൽ ലിറ്റിൽ ബിറ്റ്, അധികം ഇങ്ങനെ കണ്ണിങ്ങനെ കാണുന്നല്ല, ഒരു കുറച്ച് ഒരു ലൈറ്റ് ഷെയ്ഡ് എടുത്ത് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് സ്റ്റേസിൻ്റെ ലിപ്സ്റ്റിക് ആണ്. ആക്ച്വലി ഇതെനിക്ക് വാഷ് ഔട്ട് ആവുന്ന ഒരു ഷെയ്ഡാണ്. പക്ഷെ ഞാൻ ഇത് ഉപയോഗിച്ച് ഇതിൻ്റെ ഉള്ളിലൊന്നും ഇല്ല. ഐ ഹാവ് യൂസ് ലൈക്ക് ഞാൻ ഇവിടെ ബ്ലഷ് ആയിട്ടും ഐലിഡ് ആയിട്ടൊക്കെ യൂസ് ചെയ്യും. ബട്ട് ഈവൻ ലിപ്സിലിട്ടാലും കൂടി നല്ലൊരു ഷെയ്ഡായിരുന്നു. കഴിഞ്ഞു. ഞാൻ ഇതിനെ റിവ്യൂ ഇട്ടിട്ടുണ്ട് ഷോർട്ട് ഫോം ആയിട്ട്. ഇത് ഓൾമോസ്റ്റ് തീരാനായി. കണ്ടോ, ഒരു ന്യൂഡ് കളർ കൈൻഡ് ഓഫ് ഷെയ്ഡാണ്. എനിക്ക് വാഷ് ഔട്ട് ആവുന്നുണ്ട്. ഇനി എന്നെക്കാട്ടിയും ബ്രൈറ്റ് ആയിട്ടുള്ള ആൾക്കാർ, അതായത് ഈവൻ ബ്രൈറ്റ് ആയിട്ടുള്ള ആൾക്കാർ ഇതിട്ടാൽ അവർക്ക് കുറച്ചും കൂടി നന്നായിട്ടുണ്ടാവും. ഒന്ന് ഡിഫൈൻ ചെയ്ത് നോക്കാൻ. ഞാൻ പൊതുവെ ഒരു മേക്കപ്പ് പേഴ്സൺ ആണ്. ലിപ്സ്റ്റിക്കും കൺമഷിയൊക്കെ ഞാൻ ചെറുപ്പം മുതലേ സ്കൂളിൽ പോകുമ്പോൾ തന്നെ ഞാൻ നല്ല കണ്ണ് എഴുതിയിട്ട് പോകുന്ന ഒരാളാണ്. പിന്നെ ലിപ്സ്റ്റിക്ക് ഞാൻ കല്യാണം വരെ ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ലിപ്സ്റ്റിക്കൊക്കെ ഇടാൻ തുടങ്ങി. എൻ്റെ ഉമ്മക്ക് അത്ര ഇഷ്ടമായില്ല. പിന്നെ ഇപ്പോഴത്തെ ജനറേഷനിൽ ഇപ്പം ഒന്നും എൻ്റെ ഉമ്മ എന്നൊന്നും പറയില്ല. എല്ലാവരും ഇപ്പം, ഞാനായിരുന്നു ഫസ്റ്റ് ലിപ്സ്റ്റിക്ക് ഇടുന്ന ആൾ. ഇപ്പം എല്ലാവരും നോർമലി എല്ലാവരും ലിപ്സ്റ്റിക്ക് ഇടുന്നുണ്ട്. സോ ഒരു കുഴപ്പമില്ലാത്തൊരു രീതിക്ക് ഇപ്പം ആയിട്ടുണ്ട്, താങ്ക് ഗോഡ്. ഇല്ലെങ്കിൽ അതൊരു വലിയൊരു കുഴപ്പമായി മാറിയനെ. സോ റെനേൻ്റെ ഒരു ഷാർപ്നറാണ്. ബ്രാൻഡിൻ്റെ പേരൊക്കെ പോയി. സോ ഇതിന് വലിയ ബ്രാൻഡൊന്നും ഇല്ല. ഇട്ട ലിപ് കെയർ കുറച്ച് കൂടുതലാണ്, നമുക്ക് വൈപ്പ് ചെയ്ത് കളയാം. സോ ഞാൻ വൈപ്പ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, സോ ഞാൻ ഇപ്പോൾ പാലക്കാടൊക്കെ വന്നിട്ടുണ്ട്, സെറ്റായി. ഇമ്മ ഉണ്ട് എൻ്റെ കൂടെ. ഒരു 10-15 ദിവസമായി ഞാൻ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല. ഒന്ന് സെറ്റ് ആവാനും വെതറൊക്കെ മഴയായിരുന്നു. തുണികൾ കുറേ തിരുമ്പാണ്ടായിരുന്നു, ഒക്കെ തിരുമ്പിയൊക്കെ ഇട്ട് നമ്മളിപ്പം കൂളായിട്ടുണ്ട്. ഇനി ദിവസം ഐ ട്രൈ ടു മേക്ക് അറ്റ്ലീസ്റ്റ് 1 റീൽ അങ്ങ് ചെയ്യാനുള്ള നമുക്ക് ഷോർട്സ് എങ്കിലും എന്താണ് ഷൂട്ട് ചെയ്യാൻ ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. ബിക്കോസ് ആയിട്ട് വീഡിയോ ഇടണമെന്ന് നല്ല ആഗ്രഹമുണ്ട് യൂട്യൂബിൽ. പക്ഷേ സാഹചര്യങ്ങൾ, അതായത് ചെറിയ കുട്ടിയായി, 2 മാസത്തെ കുട്ടിയായി, 2 വയസ്സത്തെ മോളുമായി. അപ്പോൾ 2 കുട്ടികളെയും എനിക്ക് ഹാൻഡിൽ ചെയ്തിട്ട് എനിക്ക് എന്നെ തന്നെ എൻ്റെ മെൻ്റൽ ഹെൽത്തിൽ തന്നെ എനിക്ക് ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ എത്ര സ്ട്രോങ് എന്ന് ഞാൻ പറഞ്ഞാലും ആഫ്റ്റർ ഡെലിവറി പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്ന സംഭവം എല്ലാവർക്കും ഉണ്ടാകും. ഞാൻ എന്ത് സ്ട്രോങ് പറഞ്ഞിട്ടില്ല. എനിക്ക് എല്ലാ സപ്പോർട്ടും എൻ്റെ ഹസ്ബൻഡ് എനിക്ക് തരുന്നുണ്ട്. അതായത് ഇത് ബ്രാൻഡൊന്നല്ല, പക്ഷെ ഷെയ്ഡ് ഈസ് ഗുഡ്. നമുക്ക് ഔട്ടർ ലൈന് വരച്ചെടുത്തിട്ട് ജസ്റ്റ് ഇന്നർ ലൈൻ ഇൻസൈഡ് ഫില്ല് ചെയ്ത് കൊടുക്കാം. ലിപ്പ് ഫില്ല് ചെയ്ത് കൊടുത്താൽ തന്നെ യു ഫീൽ എ ഗുഡ് ഡിഫറൻസ് ഇൻ യുവർ സ്കിൻ. ഇൻസ്റ്റന്റ്ലി യുവർ ഫേസ് ഗെറ്റ് ബ്രൈറ്റ്. നിങ്ങളെ ഫേസ് ഒരു ബ്രൈറ്റ്നെസ് ആകുന്ന പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. സോ എൻ്റെ ഹസ്ബൻഡ് എനിക്ക് എല്ലാ രീതിയിലും സപ്പോർട്ട് എനിക്ക് ചെയ്യാറുണ്ട്. എനിക്ക് എന്താ വേണ്ടത് അത് ചെയ്യും. ഇപ്പം ഞാനൊരു മെയ്ഡിനെ വെക്കാന്ന് പറഞ്ഞാൽ ആ മെയ്ഡിനെ വെച്ചോന്ന് പറയും. ഹീ ഈസ് 100% സപ്പോർട്ടിങ് ഹസ്ബൻഡ്. ബട്ട് ആൾക്ക് വീട്ടിലത്തെ പണിയൊന്നും എടുക്കാൻ അറിയില്ല. ബിക്കോസ് അങ്ങനത്തെ ശീലമില്ല. അവരുടെ വീട്ടിലൊന്നും അങ്ങനെ ശീലിപ്പിച്ചിട്ടില്ല എന്ന് പറയാം. അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ അങ്ങനത്തെ റോട്ടീൻ ഇല്ല. പക്ഷെ ആള് ആവുന്നത്ര എന്നെ സഹായിക്കും. അതായത് കുട്ടികളെ നോക്കുന്ന പോലെയോ അല്ല കുട്ടീനെ അടുത്തിരിക്കുകയോ ആവുന്ന പോലെ, അതായത് അതിന് എനിക്കൊരു വലിയ കാര്യമാണ്. സഹായിക്കും. ഇപ്പം എൻ്റെ ഉമ്മ എൻ്റെ കൂടെ ഉണ്ട്. സോ അവരുടെ ഉമ്മ എൻ്റെ അമ്മായിയമ്മ എന്ന് പറയാൻ പറ്റില്ല, എൻ്റെ സൂറുമ്മ എൻ്റെ കൂടെ ഉണ്ടാവും. ഇടയ്ക്ക് വന്നിട്ട് ഇവിടെ നിൽക്കും, ഞാൻ അവിടെ പോകും. അങ്ങനെയൊക്കെ ആയിട്ട് ഇപ്പം ഞാൻ എൻ്റെ ഒരു മെൻ്റൽ ഹെൽത്ത് ഞാൻ സ്റ്റേബിൾ ചെയ്യാനാണ് നോക്കുന്നുണ്ട്. ബിക്കോസ് ഞാൻ എത്ര സ്ട്രോങ് എന്ന് പറഞ്ഞാലും എനിക്കതൊരു എഫക്റ്റ് ആവുന്നുണ്ട് എന്നുള്ളൊരു ഫീൽ എങ്ങനെയുണ്ട്. പിന്നെ വിറ്റാമിൻ D3 കുറവും ഉണ്ട്. അപ്പം ഡോക്ടർ എനിക്ക് അതിൻ്റെ ഒരു മരുന്ന് തന്നിട്ടുണ്ട്, വിറ്റാമിൻ D3. അത് കഴിഞ്ഞു. സോ അത് കഴിച്ചപ്പോൾ എനിക്ക് ഭയങ്കര എനർജി ആയിരിക്കും. അതില്ലെങ്കിൽ എനിക്ക് വിറ്റാമിൻ D3 കുറവായാലും എനിക്ക്
ഭയങ്കര എനർജി ലോവും ഓർമ്മയില്ലായ്മ അങ്ങനത്തെ ഒക്കെ ഒരു സ്ട്രഗിൾ പോലെ എനിക്കുണ്ട്. സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ് ബിലോ. ഈ വിറ്റാമിൻ D3 കുറഞ്ഞിട്ടുള്ള പ്രശ്നങ്ങൾ ഇത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ് വിറ്റാമിൻ D3 ഞാൻ വിചാരിച്ചില്ല. വിറ്റാമിൻസ്. സോ നമുക്ക് ഐലൈനർ വരച്ചു കൊടുക്കാം. ഞാൻ ലാക്മിൻ്റെ ഐലൈനറാണ് ഉപയോഗിക്കുന്നത്. ഞാൻ ഫസ്റ്റ് എപ്പോഴും നമ്മളെ ഡാസ്ലറിൻ്റെ കൺമഷിയില്ല, അത് പണ്ടൊക്കെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അത് അപ്ലൈ ചെയ്താലും നമുക്ക് വലിയ സ്മർച്ചാവുക ഒന്നുമില്ല. ഞാൻ എൻ്റെ ചെറുപ്പം മുഴുവൻ ഞാൻ അതാണ് ഉപയോഗിച്ചത്. പക്ഷെ ഇപ്പം എനിക്ക് അത് ആ ബ്രാൻഡിനോട് അത്ര വലിയ ഇത് തോന്നുന്നില്ല. അതായത് അത് അത്ര യൂസ്ഫുൾ ആണെന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ ബ്രാൻഡ് എനിക്ക് എൻ്റെ മൂത്തച്ഛി റെഫർ ചെയ്തതാണ്. അവൾ ഇത് തന്നെയാണ് എപ്പോഴും ഉപയോഗിക്കുന്നത്. സോ അവളിത് കണ്ട് ഞാനിപ്പോൾ ഇതായി ഇപ്പം എൻ്റെ ഒരു ഫേവറേറ്റ് ലിസ്റ്റിൽ. സോ ലാക്മിൻ്റെ ഒരു അടിപൊളി ഐലൈനറാണ്, വാട്ടർ പ്രൂഫാണ്. സോ നല്ല നിൽക്കുന്നുണ്ട്. സോ ഓൾറെഡി ഞാൻ ഇട്ടത് പോയിട്ടില്ല കേട്ടോ. ഞാൻ കുളിച്ചതാണ്, പക്ഷെ അത് പോയിട്ടില്ല. ഇന്നലെ ഞാൻ വെളിയിൽ പോയപ്പോൾ ഇട്ടതാണ്. സോ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് എന്തൊക്കെയോ വീഡിയോ ഇടണം എന്നൊക്കെ വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിൽ പറയാം. നിങ്ങൾക്ക് എങ്ങനത്തെ രീതിയിലുള്ള വീഡിയോസാണ് എൻ്റെ ഇഷ്ടം എന്നുള്ളത് പറയാം. ഞാൻ അതേ രീതിയിലുള്ള വീഡിയോ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം. ഓൾദോ മേര ഡ്യൂട്ടി ഈസ് തുമാരെ കോ കുഷ് കർണ ഹൈ. മേര ഡ്യൂട്ടി ഈസ് എൻ്റെ വ്യൂവേഴ്സിന് എന്താ ഇഷ്ടം അങ്ങനത്തെ ഒരു വീഡിയോ ഉണ്ടാക്കണ്ടല്ലേ, നല്ല എൻ്റെ യൂട്യൂബ് ചാനൽ ഗ്രോ ചെയ്യുള്ളൂ. സോ അതായത് രമണ, നിങ്ങൾക്ക് ഇങ്ങനത്തെ ലൈനർ ഇടണമെങ്കിൽ യു നീഡ് എക്സ്പീരിയൻസ് വിച്ച് കം ബൈ ടൈം. വിങ്സ് ഒക്കെ ഇടാറ് ഫോണിൻ്റെ ക്യാമറയിൽ നോക്കുന്നതുകൊണ്ട് എനിക്ക് വിങ്സ് ശരിയാവുന്നില്ല എന്നൊരു ഭാവമുണ്ട്. ഇതൊക്കെ എന്തായി അങ്ങനെയൊക്കെ മതി അതില്ലേ. ഞാനിങ്ങനെ അടിയിലും ഫില്ല് ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ. പോയാ അങ്ങനെ പോയാൽ ഞാൻ ഈ ജന്മത്തിൽ വീഡിയോ ഉണ്ടാക്കാറുണ്ടാവില്ല. എൻ്റെ ചെറുത് ഉറങ്ങാണ്, എൻ്റെ ചെറിയ കുട്ടി ഉറങ്ങാണ്. അവൾ ഉറങ്ങി എണീക്കുന്നതിൻ്റെ ഉള്ളിൽ എൻ്റെ മേക്കപ്പ് ഒക്കെ തീർത്ത് വീഡിയോ ഒക്കെ ക്രിയേറ്റ് ചെയ്ത് വെക്കണം, എന്നിട്ട് വേണം എഡിറ്റ് ചെയ്യാൻ. പിന്നെ എഡിറ്റ് ചെയ്ത സാധനം അല്ല, വീഡിയോ എടുത്ത സാധനം എഡിറ്റ് ചെയ്യും വേണം. ദാറ്റ് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. സൂപ്പർ കണ്ടോ, കൺമശി അങ്ങോട്ട് ഇട്ടാൽ മുഖം അങ്ങോട്ട് തിളങ്ങി. രണ്ട് സാധനം മാത്രം നമ്മുടെ ഫേസിൽ മതി. ഒന്ന് കൺമഷിയും ഒന്ന് അടിപൊളി ലിപ്സ്റ്റിക്കും. അതുണ്ടെങ്കിൽ സ്കിൻ വിൽ ഗ്ലോ. അപ്പം ഇത് എന്തായാലും ഡാർക്ക് ഷെയ്ഡ് ഡ്രസ്സാണ്. അപ്പം അതിന് നമ്മൾ ഫേസസ് കാനഡ അല്ല, ഇത് ഫേസസ് കാനഡ തന്നെ. എൻ്റെ മൂടിയില്ല, എൻ്റെ മകൾ പൊട്ടിച്ചു. സോ അതിൻ്റെ ന്യൂഡ് ഷെയ്ഡ് എടുത്തിട്ട് നമുക്ക് ഫിൽ ചെയ്ത് കൊടുക്കാം. കുറച്ചിട്ടാൽ മതി. ഓക്കെ സെറ്റ്. അപ്പം ദിസ് ഈസ് വാട്ട് മൈ മേക്കപ്പ് ഈസ്. ഇങ്ങനത്തെ അൽക്കുത്ത് പരിപാടികളൊക്കെ എൻ്റെ കയ്യിലും കാലിലൊക്കെ ഉണ്ടാവും. അതായത് പറഞ്ഞു വന്ന രമണ, ഞാൻ റെഡിയായി. സോ ഐ ഹോപ്പ് യു ലൈക്ക് മൈ മേക്കപ്പ്. വളരെ സിമ്പിളായിട്ടുള്ളൊരു മേക്കപ്പാണ്. എനിക്ക് ഫേസിൽ ഞാനൊന്നും അപ്ലൈ ചെയ്യാറില്ല. ഞാനൊരു സൺസ്ക്രീൻ തേക്കാറില്ല, ഞാനൊരു മോയ്സ്ചറൈസർ തേക്കാറില്ല, പിന്നെ സിറം ഇതൊന്നും ഞാൻ ഉപയോഗിക്കാറില്ല. പക്ഷെ ഞാൻ റെക്കമെൻഡ് ചെയ്യാറുണ്ട്. ഇപ്പം എന്നോട് ആരെങ്കിലും വിളിച്ച് ചോദിക്കുന്നുണ്ടെങ്കിൽ ഏത് സിറമാണ് നല്ലത്, ഏത് സൺസ്ക്രീനാണ് നല്ലത്, അല്ലെങ്കിൽ ഏത് ബ്രാൻഡാണ് ഉപയോഗിക്കേണ്ടത്, ഇതൊക്കെ ചോദിച്ചാൽ ഞാൻ റെക്കമെൻഡ് ചെയ്ത് കൊടുക്കും. ഇതാണ് നല്ലത്, അതാണ് നല്ലത് എന്നൊക്കെ റെക്കമെൻഡ് ചെയ്ത് കൊടുക്കും. പക്ഷെ ഞാൻ സ്വയം ഉപയോഗിച്ചിട്ടില്ല. എന്താണ്, ഞാൻ ഒരു പ്രാവശ്യം സൺസ്ക്രീൻ ഉപയോഗിച്ചപ്പോൾ എനിക്ക് ഫുള്ള് കുരുക്കൾ സ്റ്റാർട്ടായി. പിന്നെ മോയ്സ്ചറൈസർ ഐ ഡോണ്ട് നോ വൈ, ഐ തിങ്ക് ഐ ഷുഡ് സ്റ്റാർട്ട്. 27 വയസ്സായില്ലേ, ഇനി എനിക്ക് ഐ ഷുഡ് ടേക്ക് കെയർ ഓഫ് മൈ സ്കിൻ. മറ്റേ വെളിയുന്നതിന് മുന്നേ നമുക്ക് വി ഷുഡ് ഡു സംതിങ് ടു അവർ സ്കിൻ. പക്ഷെ ഇതുവരെ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ലെറ്റ് മീ സീ, വീട്ടിലുള്ള സാധനങ്ങൾ തന്നെ ഉപയോഗിച്ച് നമ്മുടെ സ്കിന്നെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ നോക്കാം. സോ ഞാൻ വിചാരിക്കുന്നത് 7 ദിവസത്തെ ഞാൻ പറഞ്ഞല്ലോ 7 ദിവസത്തെ 7 days സ്കിൻ കെയർ റൂട്ടീൻ ഒന്ന് സ്റ്റാർട്ട് ചെയ്താലോ എന്ന് ചിന്തിക്കുന്നുണ്ട്. സോ എൻ്റെ ചിന്തയുടെ കൂടെ നിങ്ങളും ചേരുന്നുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ബിലോ ചെയ്യുക.
ആൻഡ് നിങ്ങൾക്ക് എന്തെങ്കിലും ഹോം റെമഡീസ് അറിയുന്നുണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ് ബിലോ. പിന്നെ പിന്നെന്താ പറയാനുള്ളത്, പിന്നെ ഒന്നുമില്ല, സുഖമായിട്ട് നിൽക്കുന്നു, നിങ്ങൾക്കെല്ലാം സുഖമാണോ എന്നും കൂടി കമൻറ്റിൽ ചെയ്യുക. കമൻറ്റ് ചെയ്യൂ ഗൈസ്, നോക്കുന്ന മാത്രമല്ല കമൻറ്റ് ചെയ്യൂ. ആൻഡ് നിങ്ങൾ ഓരോരോ കമൻറ്റും എനിക്ക് വളരെ വളരെ വിലപ്പെട്ടതാണ്. ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങൾ കാണുന്ന പുതിയൊരു സബ്സ്ക്രൈബ് ആണെങ്കിൽ എൻ്റെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഞാൻ വന്നിട്ട് കുട്ടികളെ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസും ഡേ ഇൻ മൈ ലൈഫും അങ്ങനെയൊക്കെ ചെയ്തൊരു പാവം യൂട്യൂബറാണ്. ആൻഡ് ഇനി ഫ്യൂച്ചറിൽ ഇനി നല്ല നല്ല യൂട്യൂബ് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ അത്രയില്ലും നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ മേക്കപ്പ് ലുക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എന്താ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ, ബൈ ബൈ.